بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. മിഷ്കാത്തിലെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഭവബഹുലമായ പ്രഭാഷണം, ഹജ്ജത്തുൽ വദായിലെ പ്രഭാഷണം, പെരുന്നാൾ ദിവസത്തെ പ്രഭാഷണം, ബാബു ഖുതുബത്തി യൗമിൻ നഹർ, പെരുന്നാൾ ദിവസത്തെ അവിടുത്തെ ഖുതുബ പ്രഭാഷണം, ഖുതുബയെ പറ്റിയാണ് പറയുന്നത്. വറമി അയ്യാമി തശ്രീഖ്, ഈ അധ്യായത്തിൽ അയ്യാമി തശ്രീഖിന്റെ ഏറുകളെ പറ്റിയും ഈ അധ്യായത്തിൽ പറയുന്നു. വത്തൗദീഅ്, വിടവാങ്ങലിനെ പറ്റി. അൽ ഫസ്ലുൽ അവ്വലു, ഒന്നാമത്തെ ഫസ്ല്. അൻ അബീ ബക്റത റളിയല്ലാഹു അൻഹു, അബൂ ബക്റത റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസ് ഖാല, അവർ പറയുന്നു, ഖതബന നബിയു, ഖതബ പ്രസംഗിക്കുന്ന നമ്മളോട് നബിയു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യൗമുന്നഹരി, പെരുന്നാളിൽ അന്ന് പ്രസംഗിച്ചു. ഖാല, പറഞ്ഞു, ഇന്ന സമാന, നിശ്ചയം സമയം, ഖദിസ്തദാറ, നബി തങ്ങളുടെ പ്രഭാഷണമാണ്, പ്രശസ്തമായ പ്രഭാഷണം. ഖദിസ്തദാറ, കാലഘട്ടം കറങ്ങിയിരിക്കുന്നു. ഹൈഅത്തിഹി, അതിന്റെ യഥാർത്ഥ ഹൈഅത്ത് പോലെ. യൗമ ഖലഖല്ലാഹു, അല്ലാഹു സൃഷ്ടിച്ച ദിവസത്തിലുള്ള സമാവാത്തി, ആകാശങ്ങളെയും വൽ അർള, ഭൂമിയെയും സൃഷ്ടിച്ചതായ ദിവസം പോലെ ഇപ്പോൾ അത് എത്തിയിരിക്കുന്നു. അതെന്താ അങ്ങനെ പറയുന്നത്? കാരണം മക്കക്കാര് ചിലപ്പോ അവർക്ക് സൗകര്യത്തിനനുസരിച്ച് ടൈം മാറ്റിക്കാണ്ട് ഹജ്ജ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ ദുൽഹിജ്ജയിൽ തന്നെ ആവണമെന്നില്ല. അങ്ങനെ തോന്നുന്നത് പോലൊക്കെ അവരുടെ സമയവും സന്ദർഭമൊക്കെ നോക്കിയിട്ട് അവർ മാറ്റം വരുത്തിയിരുന്നു, കൃത്യമായ ദുൽഹിജ്ജ കണക്കാക്കാതെ. എന്നാൽ ഈ ദുൽഹിജ്ജ നമുക്ക് കൃത്യമായ അള്ളാഹു കണക്കാക്കിയ ദിവസം പഠിച്ചപ്പോൾ അള്ളാഹു അങ്ങനെ ദിവസം കണക്കാക്കി, അങ്ങനെ ദുൽഹിജ്ജ മാസം, യഥാർത്ഥ ദുൽഹിജ്ജ മാസമാണ് അന്ന് പഠിച്ചതേ ക്രമത്തിൽ വരികയാണെങ്കിൽ ഇന്നാണ് യഥാർത്ഥ ദുൽഹിജ്ജയുടെ യഥാർത്ഥ കറക്കമുള്ള അതിന്റെ പൂർത്തീകരണം. അതിന്റെ ഇപ്പൊ കൃത്യത്തിനാണ് കണക്കുള്ളത്. അതാണ് ഇന്ന സമാന ഖദിസ്തദാറാത്ത്, ഈ സമയം എന്താണ്, അത് കറങ്ങിയിരിക്കുന്നു. അതിന്റെ യഥാർത്ഥ രൂപത്തിൽ. വർഷമാകുന്നത് 12 മാസമാണ്. അസ്സനത്തു, വർഷമാകുന്നത് 12 ശഹ്റൻ, മാസത്തിനാൽ. മിൻഹാ അർബഅത്തുൻ ഹുറുമൻ, അതിൽപ്പെട്ടതാണ് 4 മാസം. സലാത്തുൻ മുതവാലിയാത്തുൻ, തുടർച്ചയായ 3. ദുൽഖഅദത്തി, 1 ദുൽഖഅദ, ദുൽഹിജ്ജത്തി 2 ദുൽഹിജ്ജ, വൽ മുഹറം 3 മുഹറം. വറജബ്, മുളറ, മുളറിന്റെ റജബുമാണ്, മുളറുകാരുടെ റജബ്. ഇതാണ് ബഹുമാനമുള്ള 4 മാസം. തുടർച്ചയായ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. പിന്നെ തുടർച്ചയിലില്ലാത്ത വറജബ്, മുളറ, മുളറുകാരുടെ മുഹറം. അവരുടെ പ്രത്യേക ബഹുമാനം റജബിന് മുളറുകാർ നൽകിയത് മറ്റുള്ള അറബികൾ നൽകുന്നതിനേക്കാൾ. അതുകൊണ്ടാണ് അവരെ പ്രത്യേകം പറഞ്ഞത്. അവരിലേക്ക് ചേർത്തിക്കൊണ്ട് റജബിന് പൊതുവെ ആളുകൾ പറയാറുണ്ട്, അവരെ റജബാണത്. അല്ലാതെ എങ്ങനെയുള്ള റജബ്? ബൈന ജുമാദ വ ശഅബാൻ, ജുമാദയുടെയും ശഅബാനിന്റെയും ഇടയിലുള്ള. വഖാല, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയ്യു ശഹ്രിൻ ഹാദാ, ഇത് ഏത് മാസമാണ്? കൊല്ല, അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു റസൂലു ആലം, അല്ലാഹു റസൂലും ഏറ്റവും അറിയുന്നവനാണ്. കാരണം നബിതങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ലല്ലോ ചോദിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ ഉത്തരം പറയണ്ട. നമ്മൾ ഉത്തരം പറഞ്ഞാൽ നബിതങ്ങൾ എന്താ പറയാന്ന് പറയും. അപ്പൊ നബിതങ്ങൾ തന്നെ മറുപടി പറയട്ടെ. എന്നാൽ ഇപ്പൊ സക്കത്ത, നബിതങ്ങളപ്പ ഒന്നും മിണ്ടാതെ അല്പം നിന്നു. ഹത്താ അനന്ന, ഞങ്ങൾ ഭാവിച്ചു, നബിതങ്ങൾ അതിന് പേരിടുമ്പോ വൈരിസ്മീയത്തിന്റെ യഥാർത്ഥ പേരല്ലാത്ത വേറെ പേരുണ്ട്. ഫഖാല, പിന്നെ നബിതങ്ങൾ പറഞ്ഞു, അലൈസ, ഇതല്ലയോ ദുൽഹിജ്ജ, ഇത് ദുൽഹിജ്ജ മാസമല്ലയോ? ഒരു പ്രഭാഷണ ശൈലി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ജനങ്ങളോട് ചിലതൊക്കെ സംസാരിച്ചു കൊണ്ടുള്ള ശൈലി, അവരുടെ പ്രതികരണം കൂടെ അറിഞ്ഞുകൊണ്ടുള്ള ചോദ്യോത്തര ശൈലിയിലുള്ള പ്രഭാഷണം ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നടത്തുന്നത്. അല്ലാതെ അങ്ങനെ ചുറ്റി പറയാന്ന് മാത്രമല്ല, അവരോട് ചോദിക്കാൻ ഉത്തരം പറയാ, എന്നിട്ട് മറുപടി പറയാ. അലൈസ ദൽഹിജ്ജ കൊല്ലാപ്പ ഞങ്ങൾ പറഞ്ഞു ബല, അതേ നബി. കാലാപ്പ നബി തങ്ങൾ ചോദിച്ചു അയ്യോ ബലതിനാഥ, ഇത് ഏത് രാജ്യമാണ്? കൊല്ല ഞങ്ങൾ പറഞ്ഞു അല്ലാഹു റസൂലു ആലം, അല്ലാഹു റസൂലും അറിയുന്നവനാണ്. ഇവിടെ അള്ളാഹുവും റസൂലും ഏറ്റവും അറിയുന്നവനാണ്. ഇൽമിനെ അള്ളാഹുവിലേക്ക് ചേർത്തിയതുപോലെ റസൂലിലേക്കും ചേർത്തി. അതിക്കിട്ടാണ് ശിർക്കൊന്നാവൂല. അള്ളാഹ്ക്കുള്ള ഇൽമും റസൂലുള്ളാഹിക്കുള്ള ഇൽമും രണ്ടും അന്നൽക്ക് മനസ്സിലാക്കാനുണ്ട്. അള്ളാഹു നൽകുന്ന ഇൽമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത്. അപ്പൊ അള്ളാഹിനെ റസൂലിനെ ഇൽമിൽ ചേർത്തിട്ട് ശിർക്കാവുന്നില്ല. അപ്പൊ സക്കത്ത നബി തങ്ങള് അപ്പോഴൊന്നും മിണ്ടിയില്ല. ഇത് ആടേതാണെന്ന് അവർ ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചവരൊന്നും അവര് അല്ലാഹു റസൂലു ആലം എന്ന് പറഞ്ഞു. നബി തങ്ങൾ പിന്നെ അല്പം അടങ്ങി. ഞങ്ങൾ ഭാവിച്ചു നബി തങ്ങൾ അതിന് പേരിടുമെന്ന്, അതിന്റെ യഥാർത്ഥ പേരല്ലാത്ത ഈ നാടിന്. കാലാപ്പ നബി തങ്ങൾ പിന്നെ ചോദിച്ചാൽ ഇത് അൽ ബലത്തത്ത് അല്ലയോ? കാരണം അവിടെ മക്കൾക്ക് അൽ ബൽത എന്ന് പേരിടലുണ്ട്. അൽ ബലദ. കൊല്ലാപ്പ ഞങ്ങൾ പറഞ്ഞു ബല, അതെ. കാലാപ്പ നബി തങ്ങൾ ചോദിച്ചു ഇതേത് ദിവസമാണ്? ഖുർആനിൽ ഇതേത് ദിവസമാണ്? കൊല്ലാപ്പ ഞങ്ങൾ പറഞ്ഞു അല്ലാഹു റസൂലും, അല്ലാഹു റസൂലും അറിയാം. ഇവിടൊക്കെ നബി തങ്ങൾ ആവർത്തിച്ച് ഈ ചോദ്യോത്തരം നടക്കുമ്പോൾ ആളുകളൊക്കെ പ്രഭാഷണത്തിലേക്ക് ശ്രദ്ധിക്കും. അല്ലാതെ ഒരു പ്രഭാഷണം മാത്രം നടത്തുകയാണെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കൂല. ഫസക്കത്ത നബി തങ്ങള് ഞങ്ങൾ അല്ലാഹു റസൂലാലെന്നപ്പോഴും പറഞ്ഞു. നബി തങ്ങൾ അല്പം മടങ്ങി. ഞങ്ങൾ നബി തങ്ങൾ അതിന് പേരിടും, അതിന്റെ യഥാർത്ഥ പേരല്ലാത്തത് കൊണ്ട്. കാലാപ്പ നബി തങ്ങൾ ചോദിച്ചു അലൈസ യൗമൻ നഹരി, അലൈസ ഇതല്ലയോ യൗമൻ നഹരി, പെരുന്നാൾ ബലിപെരുന്നാൾ ദിനമല്ലയോ? കുന്ന അപ്പൊ ഞങ്ങൾ പറഞ്ഞു പല, അതേ നബിയേ. കാല അപ്പൊ നബി തങ്ങള് പറഞ്ഞു തങ്ങളുടെ യഥാർത്ഥ പ്രസംഗത്തിന്റെ ഭാഗം പറയാണ്. ദിമാഅക്കും, നിങ്ങളുടെ രക്തങ്ങൾ നിശ്ചയം, അംവാലക്കും, നിങ്ങളുടെ സമ്പത്തും, അഅറാലക്കും, നിങ്ങളുടെ അഭിമാനവും, അലൈക്കും, നിങ്ങളുടെ മേലിൽ ഹറാമാണ്. കഹുർമത്തി യൗമിക്കും ഹാദാ, നിങ്ങളുടെ ഈ ദിനത്തിന്റെ മഹത്വം പോലെ. തങ്ങൾ അവിടുത്തെ പ്രശസ്തമായ പ്രഭാഷണത്തിന്റെ വചനങ്ങളാണത്. എന്താണ് അവിടുന്ന് പറയുന്നത്? നിങ്ങളുടെ രക്തങ്ങൾ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രക്തം ചിന്തരുത്. രക്തങ്ങൾ അംവാലക്കും, നിങ്ങളുടെ സമ്പത്ത്, ഒരാള് മറ്റൊരാളുടെ സമ്പത്ത് പിടിച്ചെടുക്കരുത്. അക്കൗണ്ട് മറ്റാള് കൊള്ളയടിക്കരുത്, എടുക്കരുത്. 5 പൈസ പോലും സ്വന്തമില്ലാത്തത് നമ്മുടെ അക്കൗണ്ടിൽ വരരുത്. വഅറാലക്കും, നിങ്ങളുടെ അഭിമാനം, പരസ്പരം ഒരാളുടെ മാനം കളയരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിക്കരുത്, അപമാനത്തിലാക്കരുത്. മറ്റൊരാളെ മുന്നിലിട്ട് കളിയാക്കരുത്, മാനക്കെടിലാക്കരുത്. അഭിമാനം കളങ്കപ്പെടുത്തരുന്ന പ്രവൃത്തി ഒന്നും ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ അഭിമാനം അലൈക്കും ഹറാം. അവിടുത്തെ ആ ഏറ്റവും മഹത്തായ ദിനത്തിൽ, മഹത്തായ മാസത്തിൽ, മഹത്തായ നാട്ടിൽ, മഹത്തായ ആ സന്ദർഭത്തിൽ സഹാബികൾ 1,00,000 ചില്ലാന വരുന്ന സഹാബികളോട് അവിടുത്തെ പ്രഭാഷണമാണത്. നിങ്ങളുടെ അഭിമാനവും ഹറാമൻ, അതൊക്കെ ഹറാമാണ്, ബഹുമാനമാണ്. അതൊന്നും കളങ്കപ്പെടുത്താൻ പാടില്ല. കഹറുമത്തി യൗമിക്കും, നിങ്ങളുടെ ഈ ദിനത്തിലെ മഹത്വം പോലെ. ആദാ, ഈ ദിവസം പെരുന്നാൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിനമാണല്ലോ ഇത്. ദിവസങ്ങളെ കൂട്ടത്തുനിന്ന് ഈ ദിനത്തിന്റെ ബഹുമാനം പോലെ, ബലത്തിക്കും ഹാദാ, ഈ രാജ്യത്തിന്റെ ബഹുമാനം പോലെ, ഈ ശഹരിക്കും ഹാദാ, നിങ്ങളുടെ ഈ മാസത്തിന്റെ ദുൽഹിജ്ജയുടെ ബഹുമാനം പോലെ എന്ന് നബി തങ്ങളെ പ്രഖ്യാപിക്കൂ.
നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട, വളരെ ചിന്തിക്കേണ്ട, വളരെ നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ഓർക്കേണ്ട പ്രഭാഷണവും ജീവിതത്തിൽ ഈ നിയമത്തിന് ലംഘനം വരുന്നുണ്ടോ? ഈ മക്ക എന്ന മഹത്തായ രാജ്യത്തിന്റെ മഹത്വം പോലെ ഈ ദിനം പെരുന്നാൾ ദിനത്തിന്റെ ബലിപെരുന്നാൾ ദിനത്തിന്റെ മഹത്വം പോലെ ദുൽഹിജ്ജ 10 മഹത്വം പോലെ ഈ ദുൽഹിജ്ജ മാസം മഹത്തായ മാസമാണ്, എല്ലാവരും ആചരിക്കുന്നു. ഈ മഹത്തായ മാസത്തിന്റെ പവിത്ര പോലെ നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം നിങ്ങളുടെ മേലിൽ ഹറാമാണ്. വസത്തൽ കൗനാൻ, നിങ്ങൾ കണ്ടുമുട്ടുന്നതാണ് റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ. ഫയസ്അലു, അവൻ ചോദിക്കുന്നതാണ്. അൻ അമാലിക്കും, നിങ്ങളുടെ കർമ്മങ്ങളെ പറ്റി അവൻ ചോദിക്കും. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെ പറ്റി അല്ലാഹ് ചോദിക്കും. അല്ലാഹ് എല്ലാ പ്രവർത്തികളും ചോദിക്കും. രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും ആരുമറിയാതെ ചെയ്തതും. അലാ, അറിയുക. ഫലാ തർജിഊ, നിങ്ങൾ മടങ്ങരുത്. ബഅദി, എന്റെ ശേഷം. ദുല്ലാലാ, നിങ്ങൾ പിഴച്ചവരായി മടങ്ങരുത്. നിങ്ങൾ പിഴച്ചവരായി മടങ്ങരുത്. യദ്രിബു ബഅദുകും ബഅദൻ, യദ്രിബു ബഅദുകും, നിങ്ങൾ ചിലരെ അടിക്കുന്നവരായിട്ട് അല്ലെങ്കിൽ വെട്ടിവീഴ്ത്തുന്നവരായിട്ട് നിങ്ങൾ പിഴച്ചു പോകരുത്. ദിഖാബ ബഅദൻ, ചിലരുടെ പിരടികളെ നിങ്ങൾ വെട്ടുന്നതായിട്ട് നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യരുത്? വെട്ടുകൾ പരസ്പരം, മുസ്ലിമീങ്ങൾ പരസ്പരം വെട്ടിക്കൊല ചെയ്യരുത്. ഹലാ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹലാ അൽ ബല്ലഗ്തു, അലാ അറിയണേ, അൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തിച്ചു തന്നിട്ടില്ലയോ? എന്റെ പ്രബോധന ദൗത്യം തബ്ലീഗ് ചെയ്തു തന്നിട്ടില്ലയോ? എനിക്ക് നിർദ്ദേശിച്ചത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടില്ലയോ എന്ന് അവിടുത്തെ വീണ്ടും ചോദിക്കുന്നു. കാലം, അവർ പറഞ്ഞു നഅം, അതേ നബിയെ. കാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുവേ, അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുവേ ഇശ്ഹദ്, നീ സാക്ഷി നിൽക്കണം. അല്ലാഹ് ഇവരെ സമ്മതിച്ചിരിക്കുന്നു, ഞാൻ ഇവർക്ക് എത്തിച്ചു തന്നു എന്നിവര് സമ്മതിച്ചതാണ്, നീ സാക്ഷിയാണ്. ഇനി ആഖിറത്ത് വരുമ്പോൾ ഇവരെ നിഷേധിക്കാൻ പാടില്ല. ഫൽയുബല്ലിഗ് ഷാഹിദു, അതുകൊണ്ട് നബി തങ്ങൾ പിന്നെ പറഞ്ഞു, ഇവിടെ സാക്ഷിയായ ആളുകളോട് ആളുകൾ ഇത് എത്തിച്ചു കൊടുക്കണം. ഇത് അൽ ഗൈബ, എത്തിക്കാത്തവർക്ക് ഇത്, ഇവിടെ ഇല്ലാത്തവർക്ക് എത്തിക്കണം. ഈ പ്രഭാഷണമടക്കം, ഈ പ്രബോധനമടക്കം, ഈ ഖുർആനും ഹദീസൊക്കെ എത്തിച്ചു കൊടുക്കണം. ഇസ്ലാമിന്റെ കാര്യങ്ങളെ ഇൽമ പഠിപ്പിച്ചു കൊടുക്കണം. നബി തങ്ങളുടെ നിർദ്ദേശമാണ്. അതിന് നമ്മൾ ഇൽമ പഠിക്കണ്ടേ? ആദ്യം നിഷ്കാത്ത് ഓതണ്ടേ, ഹദീസുകൾ പഠിക്കണ്ടേ, ഖുർആൻ പഠിക്കണ്ടേ? അതിനാണ് നാം ഇൽമ പഠിക്കുന്നത്. നബി തങ്ങൾ ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗൈബ, ഹാദിറായവർ, ഇത് ലഭിച്ചവർ ഇത് ലഭിക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഫറുഖ മുബല്ലഗ്, അവിടെ ഫതഹാണ് ലാമിന്. എത്തിക്കപ്പെടുന്ന, തബ്ലീഗ് ചെയ്യുന്നവനല്ല, ചെയ്യപ്പെടുന്ന എത്ര ആളുകളുണ്ട്, അവരാണ് ഏറ്റവും ഗ്രഹിക്കുന്നവർ. മിൻസാമീൻ, അത് കേട്ട, നേരിട്ട് ഒരാളിൽ നിന്ന് കേട്ട, നിങ്ങൾ എന്നിൽ നിന്ന് കേട്ടു, ഈ കേട്ട നിങ്ങളെക്കാൾ എത്തിക്കപ്പെടുന്ന, ഇത് ലഭിക്കുന്ന എത്ര ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇത് ഗ്രഹിക്കാൻ കഴിയുന്നവർ, മനസ്സിലാക്കാൻ കഴിയുന്നത്, ആശയം ഗ്രഹിക്കാൻ കഴിയുന്നവർ. ഫറുഖ മുബല്ലഗിൻ, എത്ര എത്തിക്കപ്പെടുന്ന ആളുകളാണ്, പ്രബോധനം ചെയ്യപ്പെട്ട ആളുകളാണ്, അവരാണ് കൂടുതൽ ഗ്രഹിക്കുന്നവർ. മിൻസാമി, എന്നിൽ നിന്ന് നേരെ കേട്ടവരെക്കാൾ. ഈ ആദർശം നിങ്ങളെക്കാളും, നിങ്ങളിപ്പോ എന്നിൽ നിന്ന് കേട്ട ചില ആളുകൾ നിങ്ങളെ കൂട്ടത്തിൽ, അവരെക്കാളും ഗ്രഹിക്കാൻ കഴിയുന്ന ആളുകൾ ശേഷം വരുന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിലുണ്ട്, അല്ലെങ്കിൽ ആളുകളെ കൂട്ടത്തിലുണ്ട്. അവരെ ഇതിനേക്കാൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നവരുണ്ട്. ചിലപ്പോൾ നാടിൽ നടക്കുന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിലും അല്ലെങ്കിൽ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളുടെ വെളിച്ചത്തിലും ഖുർആനും ഹദീസിലും ഉള്ളത് അന്ന് മനസ്സിലാക്കിയതിനെക്കാട്ടും കൂടുതൽ മനസ്സിലാകുന്നവർ പിന്നീട് വരാം. അതുപോലെ ഗവേഷണത്തിന് കഴിവുള്ള മുജ്തഹിദുകളായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹത്തുക്കൾ ചിലപ്പോൾ അന്നുള്ള ചില വ്യക്തികളെക്കാൾ പിന്നീട് വരാം. അതുപോലെ പറഞ്ഞു കൊടുത്ത ഉസ്താദിനേക്കാൾ കേട്ട ശിഷ്യൻക്ക് കേട്ട അതായത് എത്തിക്കപ്പെടുന്ന ശിഷ്യൻക്ക് ഗ്രാഹ്യമുള്ളവരാകാം. അവർ ചിലപ്പോൾ ഓരോ ഹദീസുകളിൽ നിന്നും
പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദിനേക്കാൾ കാര്യങ്ങൾ ഗ്രഹിച്ച് ഗവേഷണം ചെയ്ത് മസ്അലകൾ കണ്ടെത്താനും കാര്യങ്ങൾ വിശാലമായി ചിന്തിക്കുന്നവരുമാകാം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ഇൽമിനെ മറ്റുള്ളവർക്ക് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കണം എന്നുമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.